നടി അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ കൈലാസ്. സുഹൃത്തുക്കൾ റംസാൻ നോമ്പ് എടുത്തപ്പോൾ താനും എടുത്തു. അന്ന് സെറ്റിൽ അൻസിബയും ഉണ്ടായിരുന്നു. മതത്തെക്കുറിച്ച് അൻസിബ സംസാരിച്ചിട്ടില്ല എന്നും ശ്രീ കൈലാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം അല്ലേ? അപ്പൊ അത് ഒരിക്കലും അത് സത്യമായിട്ടുള്ള കാര്യമല്ല. പുള്ളിക്കാരി അങ്ങനെ മതം മാറ്റാനൊന്നും ശ്രമിച്ചിട്ടില്ല. അന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടില്ല. അന്ന് നോർമൽ ഒരു ദിവസമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ സിനിമയിൽ അച്ഛൻ്റെ കൂടെ ജസ്റ്റ് പണിയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അന്ന് വർക്ക് ഡെയിലി ബേസിൽ നോർമലായിട്ട് നടന്നു, അത്ര തന്നെ. അല്ലാതെ അതിലുപരി അവിടെ വേറെ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ, എനിക്ക് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ആയിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എടുക്കുന്ന ഒരു സമയത്ത് എനിക്കും ഒരു ആഗ്രഹം തോന്നി, ഇതെന്താണ് സംഭവം എന്ന് അറിയണമെന്ന് തോന്നി. അങ്ങനെ അന്നൊരു ദിവസം മാത്രം നോമ്പ് പിടിച്ചു. അപ്പൊ അന്ന് അൻസിബയ്ക്ക് അവിടെ ഡേറ്റ് ഉണ്ടായത് എന്റെ തെറ്റല്ല. അന്ന് അവർക്ക് എന്താണ് അന്ന് അഭിനയിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അന്ന് യാദൃശികമായി അവർ സെറ്റിൽ വരേണ്ടി വന്നു. അങ്ങനെ കണ്ടുവെന്നേ ഉള്ളൂ. അന്ന് നോമ്പ് പിടിച്ച പലവരിലും ഒരാളാണ് അൻസിബ. അല്ലാതെ അൻസിബയും ഞാനും മാത്രമാണ് നോമ്പ് പിടിച്ചെന്നുള്ളതല്ല അവിടുത്തെ. അതിനിടയിൽ അമ്മ ഗ്രൂപ്പിൽ അൻസിബയും ടിനി ടോമും തമ്മിൽ നടത്തിയ ചാറ്റും പുറത്തു വന്നു. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൈഫുനിസ, താൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന ആരോപണം ടിനി ടോം ഉന്നയിച്ചു എന്നായിരുന്നു അൻസിബ പറഞ്ഞത്. അതിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് അക്കാര്യത്തിലൊരു വ്യക്തത എന്നുള്ളതാണ്. ഈ നമ്മളും ഇതുപോലെ എത്രയോ നോമ്പുകളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഒരു മതം മാറ്റം എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എന്താകും? അതാണോ ഉദ്ദേശം എന്നുള്ള കാര്യം അറിയില്ല. ഒപ്പം തന്നെ ഈ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതെന്താണ് വിവരം? ആ ചാറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സേതു, ഈ മതം മാറ്റാൻ അൻസിബ ശ്രമിച്ചു എന്ന് ടിനി ടോം പറഞ്ഞതായി നീന കുറുപ്പ് പറഞ്ഞ അറിവിലാണ് അൻസിബ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷെ അതിന്റെ ഒരു തെളിവ് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഇപ്പോൾ പുറത്തു വന്ന ചാറ്റിൽ അതിന്റെ സൂചനകൾ നൽകുന്ന ചില ഭാഗങ്ങളുണ്ട്. അതായത് കൺട്രോളർമാരായ രാജു കൊടുപ്പനക്കുന്നും രാജേഷ് നെയ്യാറ്റിങ്കരയും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ടിനി ടോം അൻസിബയോട് പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ പറയുന്ന രാജു കൊടുപ്പനക്കുന്ന് എന്ന് പറയുന്ന ആളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ശ്രീ കൈലാസ് എന്ന് പറയുന്നത്. ഈ ശ്രീ കൈലാസും അൻസിബയും പോലീസ് ഡയറി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ശ്രീ കൈലാസ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ ലൊക്കേഷനിൽ വെച്ച് ശ്രീ കൈലാസിന്റെ സുഹൃത്തുക്കൾ നോമ്പ് പിടിക്കുന്നുണ്ട്. ശ്രീ കൈലാസും നോമ്പ് പിടിച്ചു. അന്ന് അൻസിബ ഇവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് സെറ്റിൽ എല്ലാവരും ഒരുമിച്ചാണ് നോമ്പ് തുറക്കുകയും ചെയ്തത്. ഇതിനപ്പുറത്തേക്ക് മതപരമായ ഒരു കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ രാജീവ് കുടപ്പനക്കുന്ന് മകനെ ഒരിതും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഈ ശ്രീ കൈലാസ് തന്നെ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അതിൽ ടിനി ടോം ഈ കാര്യം ഇവിടെ പറയുന്നില്ല എന്ന് കോട്ട് ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് അൻസിബ വാട്സപ്പ് ചാറ്റിൽ തന്നെ ആവശ്യപ്പെടുന്നത്. അതായത് ഈ മെമ്മറി കാർഡ് വിഷയത്തിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു നിഷ്പക്ഷമായ അന്വേഷണ കമ്മിറ്റിയെ നിയമിക്കാൻ വെല്ലുവിളിക്കുകയാണ് എന്നാണ് അൻസിബ ഈ വാട്സപ്പ് ചാറ്റിൽ പറയുന്നത്. സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ ഇത് വ്യക്തമാകും, ഇതൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാകുമെന്നും പറയുന്നുണ്ട്. അതായത് ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് ഈ വൈസ് പ്രസിഡന്റായ ലക്ഷ്മി പ്രിയ പോലീസിൽ അൻസിബയ്ക്കെതിരെ നൽകിയ പരാതി വിഷയം എടുത്തിടുകയൊക്കെ ചെയ്തപ്പോൾ അത് ഈ സ്പോൺസർഷിപ്പ് വിഷയത്തിൽ താൻ എതിര് നിന്നതുകൊണ്ടാണ് തനിക്ക് പോലീസ് കേസ് കൊടുത്തത് എന്നായിരുന്നു അൻസിബയുടെ ആരോപണം. പക്ഷെ അത് അങ്ങനെയല്ല, അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നും ഈ വാട്സപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവർ തമ്മിലുള്ള ഗുരുതരമായ ചില പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു വാട്സപ്പ് ചാറ്റ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ സേഫു, ശരി. അപ്പം അമ്മയിൽ നടക്കുന്ന കുട്ടയടി, അതിന്റെ കുറെ വിവരങ്ങൾ പുറത്തു വരികയാണ്. സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിയത്.